Dear students, welcome to my new video. ഇന്ന് നമ്മൾ പഠിക്കുന്നത് ക്ലാസ് 6 സോഷ്യൽ സ്റ്റഡീസിൻ്റെ തേർഡ് ചാപ്റ്ററായ ഇൻ ദ ഏർലിയസ്റ്റ് സിറ്റീസ് എന്ന് പറയുന്ന ലെസൻ്റെ സെക്കൻഡ് പാർട്ടാണ്. നമ്മൾ ഫസ്റ്റ് പാർട്ടിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കാം. തീർച്ചയായിട്ടും അത് കണ്ട ശേഷം നിങ്ങൾ ഈ വീഡിയോ കാണുക, എന്നെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഈ സോഷ്യൽ സ്റ്റഡീസിൻ്റെ ചാപ്റ്റേഴ്സ് എല്ലാം കണക്റ്റഡ് ആയിട്ടാണ് വരുന്നത്. അപ്പോൾ ആദ്യത്തെ ഭാഗങ്ങൾ കേട്ടില്ലെങ്കിൽ രണ്ടാമത്തെ ഭാഗം നമുക്ക് മനസ്സിലാകാതെ പോകും. അപ്പോൾ നമ്മൾ ആദ്യത്തെ സെക്കൻഡ് ചാപ്റ്റർ ഫ്രം ഹണ്ടിങ് ഗാദറിങ്ങിനകത്ത് നമ്മൾ പഠിച്ചത് നമ്മൾ സ്റ്റോൺ ഏജിനെ കുറിച്ചാണ്. അപ്പോൾ സ്റ്റോൺ ഏജ് ഒക്കെ കഴിഞ്ഞിട്ടുള്ള ഒരു സിവിലൈസേഷൻ, ഒരു സംസ്കാരം രൂപപ്പെടുകയും ഒരു പുതിയൊരു സിറ്റി ഉണ്ടാകുകയും ചെയ്തു. അത് ഹാരപ്പ എന്ന് പറയുന്ന സിറ്റിയാണ്. അത് പാകിസ്ഥാനിലാണ്. ഇന്ന് പാകിസ്ഥാനിലാണ് ഹാരപ്പ എന്ന് പറയുന്ന സ്ഥലം നിലനിൽക്കുന്നത്. അപ്പോൾ അതൊക്കെ നമ്മൾ ഫസ്റ്റ് പാർട്ടിൽ പഠിച്ചതാണ്. അപ്പം അത് നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് നോക്കി തീർച്ചയായിട്ടും ആ ഫസ്റ്റ് പാർട്ട് കാണുക കേട്ടോ. അപ്പോൾ അതുപോലെ എല്ലാ വീഡിയോസിലും ഞാൻ പറയുന്ന പോലെ നമ്മൾ തീർച്ചയായിട്ടും വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്തേക്കണം, എങ്കിൽ മാത്രമേ വീഡിയോ എല്ലാവർക്കും ചെല്ലത്തുള്ളൂ. അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം. അപ്പോൾ നമ്മൾ ലെസണിൽ പഠിച്ചപ്പോൾ പറഞ്ഞതാണ് ഈ നമ്മുടെ ഹാരപ്പയിൽ കാണുന്ന ആൾക്കാരെന്ന് പറയുന്നത്, അല്ല ഹാരപ്പയിൽ ഉണ്ടായിരുന്ന ആൾക്കാരെന്ന് പറയുന്നത് സ്റ്റോൺ ഏജിലെ ആൾക്കാരിൽ നിന്ന് വളരെ വ്യത്യസ്തരായിട്ടുള്ള ആൾക്കാരായിരുന്നു. അവർ നമ്മൾ സ്റ്റോൺ ഏജ് കണ്ടത് അവർ ഹണ്ട് ചെയ്തിട്ട് ആഹാരം ശേഖരിക്കുകയും പിന്നെ കുറച്ച് കൃഷിയിലേക്കൊക്കെ പോകുന്ന ഒരു രീതി സ്റ്റാർട്ടിംഗ് ഒക്കെ കണ്ടത് നമ്മൾ. പക്ഷേ ഇതിനകത്ത് കണ്ടത് സിറ്റി, നല്ല ഡെവലപ്ഡ് ആയിട്ടുള്ള സിറ്റീസ്. അതിനകത്തിൽ ക്രാഫ്റ്റ്മെൻ ഉണ്ട്, റൂളേഴ്സും ഉണ്ട്, പിന്നെ അതുപോലെ കൃഷിക്കാരുണ്ട്. അങ്ങനെ ഒരുപാട് ആൾക്കാർ, പലതരത്തിലുള്ള ജോലികൾ ചെയ്യുന്ന ആൾക്കാർ ഉണ്ട്. അതുകൊണ്ട് തന്നെ ഒരു സിറ്റി ഡെവലപ്പ് ആകുന്നതാണ് നമ്മൾ ഫസ്റ്റ് പാർട്ടിൽ കണ്ടത്. ഇനി നമുക്ക് ഇവിടുത്തെ ഈ ഹാരപ്പയിലുള്ള ആൾക്കാരുടെ ആഹാര രീതികളെ കുറിച്ചാണ് പഠിക്കുന്നത്. Food for people in the cities. While many people lived in the cities, others lived in the countryside, grow crops and reared animals. These farmers and herders supplied food to the craft persons, scribes and rulers in the city. We know from remains of the plants that the Harappans grow wheat, barley, pulses, peas, rice, sesame, linseed and mustard. അന്നേരം നമ്മൾ പറഞ്ഞു സിറ്റിയിൽ ഒരുപാട് ക്രാഫ്റ്റ്മെൻ, സ്ക്രൈബ്സ് എന്ന് പറഞ്ഞാൽ ആരായിരുന്നു? എഴുത്തും വായനയും അറിയുന്ന ആൾക്കാരെ. ഇവരൊക്കെ റൂളേഴ്സ് വെച്ചിട്ടുണ്ടായിരുന്നു, ഭരണാധികാരികൾ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ കുറച്ച് ആൾക്കാർ സിറ്റിയിലാണ് താമസിക്കുന്നത്, പക്ഷേ കുറേ ആൾക്കാർ വില്ലേജിലാണ് താമസിക്കുന്നത്. കൺട്രി സൈഡ് വില്ലേജിലാണ്. എന്താ കാര്യം എന്നറിയാമോ? അവർ അവിടെ കൃഷി ചെയ്യുകയും ആനിമൽസിനെ വളർത്തുകയും ചെയ്തിരുന്നു. എന്താ കാര്യം? ഈ ക്രാഫ്റ്റ്മാൻ അല്ലെങ്കിൽ റൂളേഴ്സ് മാത്രം പോലെ അവർക്ക് ഫുഡ് കിട്ടണമെങ്കിൽ കൃഷിക്കാരൂടെ വേണം. അപ്പം അങ്ങനെയുള്ള ആൾക്കാർ വില്ലേജിലായിരുന്നു താമസിച്ചുകൊണ്ടിരുന്നത്. പിന്നെ ഇവരുടെ ഇതിൽ നിന്നും, ഈ സിവിലൈസേഷൻ്റെ റിമെയിൻസിൽ നിന്നും, അവശിഷ്ടങ്ങളിൽ നിന്നും നമുക്ക് മനസ്സിലായിട്ടുള്ള അവരെ വീറ്റ്, ബാർലി, പൾസസ്, പീസ്, റൈസ്, സെസമി, ലിൻസീഡ് എന്ന് പറഞ്ഞാൽ ചണവിത്തെന്ന് പറയും. ഇതൊക്കെ മസ്റ്റാർഡ്, കടുക്, ഇതൊക്കെ അവർ കൃഷി ചെയ്തിരുന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. A new tool, the plow, was used to dig the earth for turning the soil and planting the seed, while real plow, which was probably made of wood, not survived. Toy models have been found. As the regions does not receive heavy rainfall, some of irrigation may have been used. This means that water was stored and supplied to the field when the plants were growing. ഇനിയും അവരുപയോഗിച്ചുകൊണ്ടിരുന്ന ഒരു കൃഷിപ്പണിക്ക് ഉപയോഗിച്ചിരിക്കുന്ന ഒരു ആയുധത്തെക്കുറിച്ചാണ് നമ്മൾ പറയുന്നത്. അതിന് പ്ലൗ എന്നാണ് പറയുന്നത്, കലപ്പ. ഇത് സാധാരണ കലപ്പകൾ വുഡ് കൊണ്ടായിരുന്നു അവരുണ്ടാക്കിയത്, തടി കൊണ്ട്. അതൊക്കെ അങ്ങ് നശിച്ചു പോയി. പിന്നെ ഇതുപോലെയുള്ള ടോയ്സ് മാത്രമാണ് നമുക്ക് കണ്ടെത്താൻ കഴിഞ്ഞിട്ടുള്ളത്. അപ്പോൾ അതിൽ നിന്നാണ് മനസ്സിലാകുന്നത്. നമുക്കറിയാമല്ലോ, നമ്മുടെ സിവിലൈസേഷനുമായിട്ട് വളരെ ബന്ധപ്പെട്ടതാണ് ടോയ്സ്. നിങ്ങൾ തന്നെ ആലോചിച്ച് നോക്കി, നമ്മളിപ്പം എന്തൊക്കെ വാഹനങ്ങളാണ് കാണുന്നത്? എയ്റോപ്ലെയിന്, ഇപ്പോൾ JCB, കാറ്, ഇങ്ങനെ ഉള്ള വെഹിക്കിൾസാണ് നമ്മൾ കാണുന്നത്, സ്കൂട്ടറൊക്കെ. നമ്മൾ ടോയ്സ് വാങ്ങുമ്പോഴും ഇതൊക്കെ ആയിരിക്കും വാങ്ങുന്നത്, അല്ലേ? അല്ലാതെ പണ്ടത്തെ കാളവണ്ടിയൊന്നും ആരും വാങ്ങിച്ച് വെക്കത്തില്ലല്ലോ, അല്ലെങ്കിൽ കാളവണ്ടിയുടെ മോഡലായിരിക്കത്തില്ലല്ലോ ടോയ്സായിട്ട് ഉപയോഗിക്കുന്നത്. ഇപ്പം നമ്മൾ റീസെൻ്റായിട്ട് നമ്മളെന്താണോ ശരിക്കും യൂസ് ചെയ്യുന്നത് അതിൻ്റെയൊക്കെ സ്മോൾ മോഡൽസാണ് ടോയ്സായിട്ട് വരുന്നത്. അപ്പോൾ ആ ടോയ്സ് കണ്ടിട്ട് പറയുകയാണ്
അവർ കലപ്പ ഉപയോഗിച്ചിരുന്നു. എന്തിന്? കൃഷി ചെയ്യാൻ വേണ്ടി, മണ്ണിളക്കാൻ വേണ്ടിയിട്ട് പ്ലൗ ഉപയോഗിച്ചിരുന്നു. പിന്നെ അതുപോലെ അവർ ഇറിഗേഷന് വേണ്ടിയിട്ട്, അതായത് ജലസേചനം, നമുക്കറിയാമല്ലോ എപ്പോഴും മഴയൊന്നും കാണത്തില്ല. അപ്പോൾ ഉണക്ക സമയത്ത് കൃഷിയൊക്കെ നശിച്ചു പോകാതിരിക്കാൻ വേണ്ടിയിട്ട് അവർ വെള്ളത്തിന് സപ്ലൈയും നടത്തിയിരുന്നു. അപ്പോൾ കുറച്ച് സമയത്ത് മഴയൊന്നും ഇല്ലാതിരിക്കുമ്പോഴും അവർ ഈ കൃഷികൾക്കൊക്കെ വെള്ളം ഒഴിക്കാൻ വേണ്ടിയിട്ട് വാട്ടർ സപ്ലൈ യൂസ് ചെയ്തിരുന്നു. ദ ഹാരപ്പൻസ് റിയർഡ് കാറ്റൽ, ഷീപ്പ്, ഗോട്ട് ആൻഡ് ബഫല്ലോ. Water and pastures were available around the settlement. However, in the dry summer months, large herds of animals were probably taken to greater distance in search of grass and water. They also collected foods like bird, caught fish, and hunted wild animals like the antelope. ഇനി ഈ ഹാരപ്പൻസ് ഏതൊക്കെ ആനിമൽസിനെയാണ് വളർത്തിയിരുന്നത്? കാറ്റിൽ, ഷീപ്പ്, ഗോട്ട്, ബഫല്ലോ. നമുക്കറിയാം ഈ ആനിമൽസിനൊക്കെ വളരണമെങ്കിൽ എന്ത് വേണം? വെള്ളവും വേണം. പാസ്റ്റേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മേച്ചിൽപ്പുറങ്ങൾ, അതായത് ഗ്രാസ് ഉള്ള കുറേ ഏരിയ വേണം. അപ്പോൾ ആ സ്ഥലവും, അതായത് ഈ ആനിമൽസിന് ജീവിക്കാനുള്ള ആഹാരം കിട്ടുന്ന പുല്ല് നിറഞ്ഞ സ്ഥലങ്ങളും ഉണ്ടായിരുന്നു. അതൊക്കെ അവരുടെ വീടിനോടടുത്ത് തന്നെ ഉണ്ടായിരുന്നു. പിന്നെ നല്ല ഉണക്ക സമയമാകുമ്പോൾ നമുക്കറിയാമല്ലോ, ഇതുപോലെ വലിയ ഒരു കൂട്ടം ആനിമൽസിനൊക്കെ നിലനിർത്തണമെങ്കിൽ അവർക്ക് നല്ല ആഹാരവും വെള്ളം വേണം. അപ്പം എന്ത് ചെയ്യും? അവർ ദൂരെ സ്ഥലങ്ങളിലേക്ക് വെള്ളവും ഈ ഗ്രാസും തിരക്കി പോകാൻ തുടങ്ങി. പിന്നെ അതുപോലെ അവർ ഫ്രൂട്ട്സ്, ബർഫ് പോലെയുള്ള ഫ്രൂട്ട്സ് ഉപയോഗിച്ചിരുന്നു. പിന്നെ ഫിഷ് ഉപയോഗിച്ചിരുന്നു. പിന്നെ ആനിമൽസിനെ, ആൻലോപ്പ് എന്ന് പറഞ്ഞാൽ കൃഷ്ണമൃഗം, മാൻ പോലെയുള്ള ഡിയറില്ലേ, അതിനെ പോലുള്ള ആനിമൽസിനെ അവർ ഹണ്ട് ചെയ്ത് അതിൻ്റെ ഫ്ലെഷ് യൂസ് ചെയ്തിരുന്നു ആഹാരമായിട്ട്. നെക്സ്റ്റ്, എ ക്ലോസർ ലുക്ക്, ഹാരപ്പൻസ് ടൗൺ ഇൻ ഗുജറാത്ത്. ഗുജറാത്തിലുള്ള ഹാരപ്പ ടൗണിനെ കുറിച്ചുള്ളതാണ് ഇത് പറയുന്നത്. ദ സിറ്റി ഓഫ് ധോലാവീര വാസ് ലൊക്കേറ്റഡ് ഓൺ ഖാദിർ ബെറ്റ് ഇൻ ദ റാൻ ഓഫ് കച്ച്. റാൻ ഓഫ് കച്ച് എന്ന് പറയുന്നത് ഗുജറാത്തിൻ്റെ സ്ഥലമാണ്. നമ്മൾ റാൻ ഓഫ് കച്ച് നേരത്തെ കേട്ടിട്ടുള്ളതാണ്. റാൻ ഓഫ് കച്ച് എന്ന് പറയുന്ന സ്ഥലം ഭൂകമ്പം ഉണ്ടായി, ഗുജറാത്തിൽ ഭൂകമ്പം ഉണ്ടായപ്പോൾ റാൻ ഓഫ് കച്ച് എന്ന് പറയുന്ന സ്ഥലത്താണ് ഏറ്റവും കൂടുതൽ നാശനഷ്ടങ്ങളുണ്ടായത്. Where there was fresh water and fertile soil, unlike some of the other Harappan cities which are divided into 2 parts, Dholavira and divided into 3 parts, and each part of the surrounded with massive stone walls with entrances through gateways. സാധാരണയായിട്ട് ഹാരപ്പയിലെ രണ്ട് ഭാഗങ്ങളായിട്ടായിരുന്നു സിറ്റീസിനെ ഡിവൈഡ് ചെയ്തത്. പക്ഷേ ധോലാവീര എന്ന് പറയുന്ന ഗുജറാത്തിലേത് 3 പാർട്ടായിട്ടായിരുന്നു ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. എനിക്ക് ഗേറ്റ് വേസ്, വലിയ ഗേറ്റും എൻട്രൻസ് ആയിട്ടും ഉണ്ടായിരുന്നു. ആൻഡ് ദെയർ വാസ് ഓൾസോ എ ലാർജ് ഓപ്പൺ ഏരിയ ഇൻ ദ സെറ്റിൽമെൻറ്റ്സ് വെയർ പബ്ലിക് സെറമണീസ് വുഡ് ബി ഹെൽഡ്. അതുപോലെ പൊതുപരിപാടികളൊക്കെ നടത്താൻ വേണ്ടിയിട്ട് പ്രത്യേക സ്ഥലങ്ങളും ഉണ്ടായിരുന്നു. അതർ ഫൈൻസ് ഇൻക്ലൂഡ് ലാർജ് ലെറ്റേഴ്സ് ഓഫ് ഹാരപ്പൻ സ്ക്രിപ്റ്റ് ദാറ്റ് വാസ് കോവ്ഡ് ഔട്ട് ഓഫ് ദ white stone and perhaps inlaid in wood. This is unique find, as generally Harappan's writing has been found on small objects such as seals. പിന്നെ നമ്മൾ പറഞ്ഞു, എഴുതാനും വായിക്കാനും ഒക്കെ അറിയാവുന്ന ആൾക്കാർ ഇതിനകത്തുണ്ട്. അവരെ നമ്മൾ സ്ക്രൈബ്സ് എന്നൊക്കെ ആയിരുന്നു വിളിക്കുന്നത്. ഇനി ആ ഒരു സമയത്ത് അവർ യൂസ് ചെയ്തിരുന്ന ഹാരപ്പൻ സ്ക്രിപ്റ്റ്, അതായത് ഹാരപ്പൻസ് ആൾക്കാരുടെ ലിപി, എഴുത്ത് ലിപി, അത് പല വൈറ്റ് സ്റ്റോണിലും വുഡിലും ഒക്കെ ചെയ്തിരുന്നു. ഏറ്റവും കൂടുതൽ നമുക്ക് കാണാൻ പറ്റിയിരുന്ന സീലുകളിലായിരുന്നു. സീല് ഉണ്ടാക്കി അതിൽ നമുക്ക് ആദ്യം നമ്മൾ ആനിമൽസിൻ്റെ പിക്ചറും എല്ലാം അതിനകത്ത് ഉണ്ടായിരുന്നു സീലുകളിലാണ്. The city of Lothal stood beside the tributary to the of the Sabarmati in Gujarat, close to the Gulf of Kambat. It was situated near area where raw materials such as semi-precious stones were easily available. This was the important center for making objects out of stone, shell and metal. There was also storehouse in the city. Maybe seals and ceilings, the impressions of seals on clay were found in these storehouses. ഇനി അതുപോലെ ലോത്തൽ എന്ന് പറയുന്ന സ്ഥലം, അതും ഗുജറാത്തിലാണ്. ഗുജറാത്തിലെ സബർമതി എന്ന് പറയുന്നതിൻ്റെ എന്താ പറയുന്നത്, ട്രിബ്യൂട്ടറി എന്ന് പറഞ്ഞാൽ കൈവഴി, അതിൻ്റെ തീരത്തായിരുന്നു ലോത്തൽ. അത് കമ്പത്ത് എന്ന് പറയുന്ന കടലിടുക്കിൻ്റെ ഭാഗത്തായിട്ട്, സൈഡിലായിട്ടായിരുന്നു. ബസ്
ഇവിടെ ധാരാളം സെമി പ്രഷ്യസ് ആയിട്ടുള്ള, അതായത് നല്ല വില കൂടിയ സ്റ്റോൺസ് ഒക്കെ ഉണ്ടായിരുന്നു അവിടെ. അതുപോലെ ഈ സ്റ്റോൺസ് ഒക്കെ ഉണ്ടാക്കുന്ന ഒരു സെൻറ്റർ ആയിരുന്നു ഈ ലോത്തൽ എന്ന് പറയുന്നത്. അവിടെ നിന്ന് നമുക്ക് പലതരത്തിലുള്ള സീലുകളും ഒക്കെ കിട്ടിയിട്ടുണ്ട്. ഇതൊക്കെ സൂക്ഷിച്ച് വെക്കാൻ വേണ്ടിയിട്ട് അവർ സ്റ്റോർ ഹൗസസും ഉണ്ടാക്കിയിരുന്നു. ഇവിടെ ഈ ലോത്തൽ നമുക്കിപ്പോൾ കാണാൻ പറ്റുന്നത് ഒരു വെള്ളക്കെട്ട് പോലെ, ഇതൊരു ഡോക്യാർഡാണ്. ഡോക്യാർഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ നമ്മുടെ ഷിപ്പും അങ്ങനെയുള്ള സ്ഥലങ്ങളൊക്കെ, അതായത് ചെറിയ ചെറിയ വാട്ടർ വെഹിക്കിൾസൊക്കെ, ഷിപ്പെന്നല്ല പറയുന്നത്, ചെറിയ ചെറിയ വാട്ടറിൻ്റെ ഉപയോഗിക്കുന്ന ബോട്ടുകൾ, വള്ളങ്ങളൊക്കെ കെട്ടിയിടുന്ന ഒരു സ്ഥലമാണ് നമുക്ക് ഈ പിക്ചറിൽ കാണാൻ പറ്റുന്നത്. A building that was found here was probably a workshop of making beads, pieces of stone, half-made beads, tools of bead making and finished beads have been also found there. അതുപോലെ പലതരത്തിലുള്ള മുത്തുകൾ, നല്ല ഫിനിഷിംഗ് ഉള്ള മുത്തുകൾ, പിന്നെ പകുതി ഫിനിഷ് ആക്കിയ മുത്തുകൾ, ഇങ്ങനെ ഒരുപാട് മുത്തുകൾ നമുക്ക് അവിടെ നിന്ന് കിട്ടിയിട്ടുണ്ട്. ദാറ്റ് മീൻസ് അവിടെ പേളിൻ്റെ ഒരു ഇൻഡസ്ട്രി തന്നെ ഉണ്ടായിരുന്നു ആ സിറ്റിയിൽ എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. സീൽസ് ആൻഡ് സീലിങ്സ്. Seals may have been seen to stamp bags or packets containing goods that were sent from one place to another. After a bag was closed or tied, a layer of wet clay was applied on the note and the seal was pressed on it. The impression of the seal is known as sealing. If the sealing was intact, one could be sure that the goods have been arrived safely. അതായത് സീലിങ്ങിനെ കുറിച്ചാണ് പറയുന്നത്, സീലും സീലിങ്ങിനെയും കുറിച്ചാണ് പറയുന്നത്. അതായത് ഇപ്പോൾ ഏതെങ്കിലും ഒരു സാധനം നമ്മൾ പാക്ക് ചെയ്യുവാണെങ്കിൽ അതിന് മുകളിൽ ഇവർ സീല് ചെയ്യും. അതായത് ആ സീൽ അടിച്ചു വെക്കും. അടിച്ചു വെച്ചിട്ട് അവർ നല്ലപോലെ ഒരു ക്ലേ കൊണ്ട് അത് നല്ലപോലെ ആ സീലടിച്ച ഭാഗം, സപ്പോസ് ഇപ്പം നമ്മളിങ്ങനെ ഒരു പാക്കറ്റ് ചെയ്യുന്നു എന്ന് വിചാരിക്കും, എന്നിട്ട് ഇവിടെ നമ്മൾ ഇത് ഓപ്പൺ ആക്കേണ്ട ഭാഗത്ത് ഒരു സീൽ ഇങ്ങനെ അടിച്ചിരിക്കും. അപ്പോൾ ഈ സീൽ അടിച്ചതിൻ്റെ മുകളിലായിട്ട് ഇവരെന്തോ ചെയ്യുന്ന പറയുമ്പോൾ ഇങ്ങനെ മഡ് ചേർത്ത് വളരെ ഇതായിട്ട് പ്രസ് ചെയ്യും. അപ്പോൾ ഈ സീല് പൊട്ടാതെ വേണം സാധനങ്ങൾ എവിടെയില്ല. അപ്പോൾ ഈ സീല് പൊട്ടാതെ ചെന്നിട്ടുണ്ടെങ്കിൽ ഈ സാധനം സേഫായിട്ട് അവിടെ എത്തി എന്നാണ് മനസ്സിലാക്കുന്നത്. ദ മിസ്റ്ററി ഓഫ് ദി എൻഡ്. ഇനി അവസാനം ഇത് എങ്ങനെയാണ് ഈ സിവിലൈസേഷൻ ഇല്ലാതായിപ്പോയത് എന്നാണ് നമ്മൾ നോക്കുന്നത്. അറൗണ്ട് 3,900 years ago, we find the beginning of major change. People stopped living in many of the cities. Writing, seals and weights were no longer used. Raw materials brought from long distances become rare. In Mohanjodaro, we find that garbage piled up in the street. The drainage system broke down and new less impressive houses were built, even for the street. ഇനി അതുപോലെ കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ നമ്മൾ കണ്ടതാണ്, സിറ്റിയിൽ നിന്നല്ല പല സ്ഥലങ്ങളിൽ, ദൂര സ്ഥലങ്ങളിൽ നിന്നായിരുന്നു അവർ പല സാധനങ്ങളും സിറ്റിയിലേക്ക് കൊണ്ടുവന്നത്. അപ്പം അങ്ങനെ റോ മെറ്റീരിയൽസ് കിട്ടാതായപ്പോൾ എന്താണ്, അവിടെ ആൾക്കാർ അവിടെ നിന്ന് ആ സ്ഥലം വിട്ടു പോകാൻ തുടങ്ങി. ഡ്രെയിനേജ് സിസ്റ്റമൊക്കെ വൃത്തികേടായി, ഓടയൊക്കെ പൊട്ടി ഒഴുകാനൊക്കെ തുടങ്ങി. പുതിയ വീടുകളൊന്നും അവർ നിർമ്മിച്ചില്ല. വൈ ഡിഡ് ഓൾ ദിസ് ഹാപ്പൻ? എന്തുകൊണ്ടാണ് ഇത് സംഭവിച്ചതെന്ന് നോക്കുന്നത്. വി ആർ നോട്ട് ഷുവർ. സത്യത്തിൽ എന്താണ് സംഭവിച്ചത് നമുക്ക് ഇപ്പോഴും ഹിസ്റ്റോറിയൻസിന് അറിയത്തില്ല, ആർക്കിയോളജിസ്റ്റിന് അറിയില്ല. സം സ്കോളേഴ്സ് സജസ്റ്റ് ദാറ്റ് ദ റിവേഴ്സ് ഡ്രൈഡ് അപ്പ്, അതേഴ്സ് സജസ്റ്റ് ദാറ്റ് ദെയർ വാസ് ഡീഫോറസ്റ്റേഷൻ. ദിസ് കുഡ് ഹാവ് ഹാപ്പൻ ബിക്കോസ് ഫ്യൂൽ വാസ് റിക്വയർഡ് ഫോർ ബേക്കിംഗ് ബ്രിക്സ് ആൻഡ് ഫോർ സ്മെൽട്ടിംഗ് കോപ്പർ ഓസ്. ഇനി അതിന് ഒരു കാരണം പറയുന്നത് വെള്ളമില്ലാതെ വരിക, അതായത് ഈ നദികളൊക്കെ വറ്റി വരണ്ട് കഴിഞ്ഞാൽ നമുക്കറിയാം വാട്ടറാണ് ഏതൊരു ജീവനെയും നിലനിർത്തുന്നത്. അപ്പോൾ വെള്ളം ഇല്ലാതെ വന്നു കഴിഞ്ഞാൽ അവിടെ ജീവൻ നിലനിൽക്കത്തില്ല, അതുകൊണ്ടാകും. പിന്നെ പറയുന്നത് ഡീഫോറസ്റ്റേഷൻ, വനനശീകരണങ്ങൾ കൊണ്ട്. വനനശീകരണം പറയുമ്പോൾ അതിനകത്തിലെ തടികളെല്ലാം വെട്ടിയെടുത്ത് വുഡ് എടുത്തുകൊണ്ട് വന്ന് അത് ഫ്യൂവലായിട്ട് തീ കത്തിച്ച് പല കോപ്പറൊക്കെ ഉരുക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത്. പക്ഷെ അപ്പം അങ്ങനെ അങ്ങനെ ഒരുപാട് യൂസ് ചെയ്തപ്പോൾ തടി കിട്ടാതെ വന്നു, ഫ്യൂവൽ കിട്ടാതെ വന്നു. അപ്പം ഇതൊന്നും ഉണ്ടാക്കാൻ പറ്റാതെ വരികയും ചെയ്തു. ബിസൈഡ്സ് ഗ്രേസിംഗ് ബൈ ലാർജ് ഹേർഡ്സ് ഓഫ് കാറ്റ്, ഷീപ്പ് ആൻഡ് ഗോഡ് മേ ഹാവ് ഡിസ്ട്രോയ്ഡ് ദ ഗ്രീൻ കവർ. In some areas there were flood, but none of these reasons can explain the end of all cities. Flooding or a river dried up would have had an effect in only in some area.
പിന്നെ ഇവർ പറയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഈ ആനിമൽസ് ഉണ്ടല്ലോ, അവരെ കൂട്ടമായിട്ടായിരുന്നു വളർത്തുന്നത്. അപ്പോൾ വളർത്തുന്ന ഇതിന് പുല്ലുകളെല്ലാം തിന്ന് ലാൻഡിലെ ഈ ഗ്രാസ് എല്ലാം ഇല്ലാതായി. അങ്ങനെ അവർക്ക് ഇവിടെ ജീവിക്കാൻ, ആനിമൽസിനും മനുഷ്യർക്കും ജീവിക്കാൻ പറ്റാത്ത ഒരവസ്ഥ വന്നു എന്നാണ് പറയുന്നത്. പക്ഷേ ഇതിനൊന്നും കറക്റ്റായിട്ടുള്ള തെളിവുകളില്ല നമുക്ക്. നമുക്കറിയാമല്ലോ, ഒരു ഫ്ലഡ് വന്നാൽ കുറച്ച് ഏരിയ നഷ്ടപ്പെടും. വെള്ളമില്ലാതെ അന്നേരം നമുക്ക് കുറച്ച് ഏരിയയിലെ ആൾക്കാർ വിഷമിക്കത്തുള്ളൂ. പക്ഷേ ഇതങ്ങനെയല്ല, ഒരു സിവിലൈസേഷൻ തന്നെ ഇല്ലാതായി പോവുകയായിരുന്നു. അതിൻ്റെ റീസൺ എന്താണെന്ന് ഇപ്പോഴും നമുക്ക് അറിയാൻ പറ്റിയിട്ടില്ല. It appears as if the rulers lost control. In any case, the effect of the change was quite clear. Sites in Sindh and West Punjab, present-day Pakistan, were abandoned, while many people moved to newer, smaller settlements to the east of and the south. ആൾക്കാർ എന്ത് ചെയ്തു? ഇതൊക്കെ എങ്ങനെയൊക്കെ സംഭവിച്ചാണെന്ന് അറിയത്തില്ലെങ്കിലും ആൾക്കാർ ഈ സ്ഥലം എല്ലാം വിട്ട് പോകാൻ തുടങ്ങി. അവർ വേറെ വേറെ സ്ഥലങ്ങളിലേക്ക് പോയി താമസിച്ചിരുന്നു. പഞ്ചാബിലെ സിന്ധ് എന്ന് പറയുന്ന ഒരു സ്ഥലമൊക്കെ ആൾക്കാരെ ഇല്ലാതായി. ന്യൂ സിറ്റീസ് എമർജ്ഡ് അബൌട്ട് 1400 ഇയേഴ്സ് ലേറ്റർ. 1400 വർഷങ്ങൾക്ക് ശേഷമാണ് പിന്നത്തെ സിറ്റിയൊക്കെ ഉണ്ടായത്. അത് നമ്മൾ 5ലും ചാപ്റ്റർ 5 and 8 പഠിക്കുന്നുണ്ട്. ഇവിടെ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. നിങ്ങൾ നിങ്ങളുടെ പാരൻസിൻ്റെ കൂടെ 4000 വർഷം മുമ്പ് ഈ ലോകത്തിൽ നിന്ന് മോഹൻജോദാരോയിലേക്ക് സഞ്ചരിക്കുകയാണെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ എങ്ങനെയായിരിക്കും പോകുന്നത്? അന്ന് വെഹിക്കിൾസ് ഒന്നും ഉണ്ടായിട്ട് പറയുന്നില്ല. സോ ബൈ വാക്ക് അല്ലേ, നമുക്ക് നടന്ന് മാത്രമേ പോകാൻ പറ്റൂ. പിന്നെ ചോദിച്ചിരിക്കുന്നത്, വാട്ട് യുവർ പാരൻസ് മൈ ക്യാരി വിത്ത് ദം, വാട്ട് യു വുഡ് സീ ഇൻ മോഹൻജോദാരോ. മോഹൻജോദാരോയിലൊക്കെ എന്തൊക്കെയാണ് കാണുന്നത്? അവിടെ സിറ്റിയാണോ നമ്മൾ കാണാൻ പറ്റുന്നത്? പിന്നെ എന്തൊക്കെയാണ് കൊണ്ടുപോകേണ്ടതെന്നല്ല, ഫുഡ് ഐറ്റംസ് ആണ് നമ്മൾ കൊണ്ടുപോകേണ്ടത് അല്ലേ? ഫുഡ് ഐറ്റംസ് ആണ്. ഫുഡ് ഐറ്റംസും പിന്നെ ക്ലോത്തും അല്ലേ? ക്ലോത്ത് നമുക്ക് തണുക്കാതൊക്കെ ഇരിക്കാൻ വേണ്ടിയിട്ട് ക്ലോത്ത്സും ആയിരിക്കും പാരൻസ് കൊണ്ടുവന്നത്. ഇതൊരു ഇമാജിനേഷൻ മാത്രമാണ് കേട്ടോ. ഹൗ ഡു യു ആർക്കിയോളജിസ്റ്റ് നോ ദാറ്റ് ദ ക്ലോത്ത് വാസ് യൂസ്ഡ് ഇൻ ഹാരപ്പൻ സിവിലൈസേഷൻ? ഹാരപ്പയിൽ ക്ലോത്ത് യൂസ് ചെയ്തിരുന്നു എന്ന് എങ്ങനെയാണ് ഈ ചരിത്രകാരന്മാർ പറയുന്നത്? ആർക്കിയോളജിസ്റ്റ് അവിടെ മെഹർഗായിൽ 7000 ഇയേഴ്സിന് മുന്നേ കോട്ടൺ വളർത്തിയിരുന്നു എന്ന് കണ്ടിരുന്നു. പിന്നെ ആക്ച്വൽ പീസസ് ഓഫ് ക്ലോത്ത് വെയർ ഫൗണ്ട്. അതായത് നമ്മുടെ ഹാരപ്പയിലൊക്കെ ആണെങ്കിൽ പല സിൽവർ വേസിൻ്റെയൊക്കെ കൂടെ കോപ്പർ സാധനങ്ങളുടെയൊക്കെ കൂടെ മോഹൻജോദാരോയിൽ നിന്നൊക്കെ എന്ത് കിട്ടിയിട്ടുണ്ട്? തുണിയുടെ കഷ്ണങ്ങൾ കിട്ടിയിട്ടുണ്ട്. പിന്നെ അതുപോലെ നല്ല ഡിസൈനുകൾ, സർക്കുലർ ഡിസൈനുകളുള്ള ഹാവ് ഫൗണ്ട് സ്പിൻഡിൽ വോൾസ് മെയ്ഡ് ഓഫ് ടെറാക്കോട്ട ആൻഡ് ഫിയാൻസ്. അതായത് നമ്മളെന്താ ഫാൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തുവായിരുന്നു ഓർമ്മയുണ്ടോ? നമ്മൾ ഗ്ലേസിങ് ഉള്ള ഒരുതരം മെറ്റീരിയലാണ്. അത് ക്വാർട്സ് പൊടിച്ചെടുക്കുന്നതാണ്. അപ്പോൾ ഇതൊക്കെ നമുക്ക് അവിടെ നിന്ന് കിട്ടിയിട്ടുണ്ട്. പിന്നെ അതുപോലെ ത്രെഡ്, നൂല് കിട്ടിയിട്ടുണ്ട്. വി ഓൾസോ ഹാവ് ടു ഇൻഡയറക്റ്റ് എവിഡൻസസ് ടു ഷോ ഹൗ ക്ലോത്ത് വർ ഡെക്കറേറ്റഡ്. ഫോർ എക്സാമ്പിൾ, എ സ്റ്റോൺ സ്റ്റാച്യു ഓഫ് ഇമ്പോർട്ടൻറ്റ് മാൻ ഫൗണ്ട് ഇൻ മോഹൻജോദാരോ ഷോസ് ഹിം വിയറിംഗ് എംബ്രോയിഡേഡ് ഗാർമെൻറ്റ്. അതുപോലെ അവിടെ നിന്നൊക്കെ കിട്ടിയ വലിയ വലിയ പ്രതിമകളിൽ നിന്നൊക്കെ നമുക്ക് ഇത് മനസ്സിലാക്കാൻ പറ്റും. കാര്യം ആ പ്രതിമകളൊക്കെ ചുറ്റി നല്ല ഡിസൈനുള്ള തുണികളുണ്ടായിരുന്നു. മാച്ച് ദ കോളംസ്. ഓരോന്നും മാച്ച് ചെയ്യാനാണ് ഓരോ സാധനങ്ങൾ. കോപ്പർ, ഗോൾഡ്, ടിന്ന്, പ്രഷ്യസ് സ്റ്റോൺസ്, ഇതൊക്കെ എവിടെ നിന്നാണ് കിട്ടിയത്? കോപ്പർ രാജസ്ഥാൻ, ഗോൾഡ് കർണാടക, ടിൻ അഫ്ഗാനിസ്ഥാൻ, പ്രഷ്യസ് സ്റ്റോൺസ് ഗുജറാത്ത് ആൻഡ് അഫ്ഗാനിസ്ഥാൻ. ഇപ്പോഴും കർണാടകയിലൊക്കെ ഗോൾഡ് മൈനിങ് ഉണ്ട്. അപ്പോൾ ഇതിനർത്ഥം പണ്ടും അവിടെ എന്തുണ്ടായിരുന്നു? സിറ്റി ഉണ്ടായിരുന്നു, ആൾക്കാർ ഗോൾഡൊക്കെ മൈൻ ചെയ്തിരുന്നു എന്നാണ് അർത്ഥം. വൈ വെർ മെറ്റൽസ് റൈറ്റിംഗ് ദ വീൽ ആൻഡ് ദ പ്ലൗ ഇമ്പോർട്ടൻറ്റ് ഫോർ ഹാരപ്പൻസിന്? ഈ മെറ്റലും വീലും കലപ്പയൊക്കെ എത്ര കണ്ട് ഇമ്പോർട്ടൻസ് ഈ ഹാരപ്പൻസിന് കൊടുത്തിരുന്നു. ദ ഹാരപ്പൻസ് മെയ്ഡ് കോപ്പർ ടൂൾസ്. മെറ്റലിൽ കോപ്പർ ടൂൾസ് ആയിരുന്നു അവർ. അതുപോലെ ഓർണമെൻറ്റ്സ്, ഗോൾഡിൻ്റെ സിൽവറിൻ്റെ ഓർണമെൻറ്റ്സ് ഉപയോഗിച്ചിരുന്നു. പിന്നെ അതുപോലെ എഴുതാനും വായിക്കാനും അറിയുന്ന ആൾക്കാരായിരുന്നു. സ്ക്രൈബ്സ് ഉണ്ടായിരുന്നു. അവർ സീൽസൊക്കെ ഉണ്ടാക്കിയിരുന്നു, സീലുകളൊക്കെ ഉണ്ടാക്കിയിരുന്നു. പിന്നെ വീല്, ഹാരപ്പൻസ് യൂസ് ദ വീൽസ് ഇൻ കാർട്സ്. ദേ ഓൾസോ യൂസ്ഡ് എ വീൽ ഇൻ സ്പിന്നിങ്. അതായത് തുണി നെയ്യുന്നതിന് വേണ്ടിയിട്ട് എന്താണ് അവർ ഈ തുന്നൽ മെഷീനുകളൊക്കെ ഉപയോഗിച്ചിരുന്നു. പ്ലവ് നമ്മുടെ എർത്തിൽ സോയിൽ
ഇളക്കാൻ വേണ്ടിയിട്ട് അവർ യൂസ് ചെയ്യുന്നു. ഫാമിങ്ങിന് വേണ്ടിയിട്ട് ഹാരപ്പൻസ് യൂസ് ചെയ്തിരുന്നു. ഇനി മേക്ക് എ ലിസ്റ്റ് ഓഫ് ഓൾ ടെറാക്കോട്ട ടോയ്സ് ഷോൺ ഇൻ ദ ലെസൺ വിച്ച് വൈ തിങ്ക് ദ ചിൽഡ്രൻ ഷുഡ് ഹാവ് എൻജോയ് പ്ലേയിങ് വിത്ത് ദ മോസ്റ്റ്. ടെറാക്കോട്ട ടോയ്സ് നമുക്ക് പലതുണ്ടായിരുന്നു അല്ലേ. ഒരു പ്ലൗവിൻ്റെ ടെറാക്കോട്ട ടോയിലുണ്ടായിരുന്നു. പിന്നെ കുറേ എന്താ പറയുന്നത് ആനിമൽസിൻ്റെ ഒക്കെ ഉണ്ടായിരുന്നു അല്ലേ. പിന്നെ വീൽ ചേർത്ത് ചെറിയൊരു വെഹിക്കിളിൻ്റെ വുഡ് കൊണ്ടുണ്ടാക്കിയ ഒരു വെഹിക്കിളിൻ്റെ പിക്ചർ ഉണ്ടായിരുന്നു നമുക്ക് പഠിക്കാൻ അല്ലേ. മേക്ക് എ ലിസ്റ്റ് ഓഫ് വാട്ട് ഹാപ്പൻസ് ഈറ്റ് ആൻഡ് പുഡ് എ ടിക്ക് അഗൈൻസ്റ്റ് ദ തിങ്സ് യു ഡിഡ്. അതായത് ഹാരപ്പൻസ് യൂസ് ചെയ്തിരുന്ന ഏതൊക്കെ ഭക്ഷണ സാധനങ്ങളായിരുന്നു. വീറ്റ്, ബാർലി, പൾസസ്, പീസ്, റൈസ്, സെസമി, ലിൻസിഡ്, മസ്റ്റാർഡ് ആൻഡ് സം ഫ്രൂട്ട്സ്. നമ്മളിതൊക്കെ എന്തൊക്കെയാണ് കഴിക്കുന്നത്? നമ്മൾ വീറ്റ് കഴിക്കാറുണ്ടല്ലേ. പിന്നെ പൾസസ്, പീസ്, റൈസ്, ലിൻസീഡ് നമ്മൾ കഴിക്കാറില്ല. പക്ഷേ മസ്റ്റാർഡും ഫ്രൂട്ട്സും നമ്മൾ കഴിക്കാറുണ്ട്. അപ്പോൾ അത് നിങ്ങൾ കഴിക്കുന്നതെന്ന് റൗണ്ട് ചെയ്യുക കേട്ടോ. Do you think that the life of farmers and herders who supplied food to the Harappan cities was different from the farmers in the herdens you read about chapter 2? അതായത് ഹാരപ്പൻ സിറ്റിയിലേക്ക് ഫുഡ് കൊടുത്തിരുന്ന ഫാർമേഴ്സും ഹെർഡേഴ്സും അവരും നമ്മൾ ചാപ്റ്റർ 2 ഫ്രം ഹണ്ടിങ് ഗാദറിങ്ങിനകത്തിൽ വേട്ടയാടി പിടിച്ചുകൊണ്ട് വരുന്ന ആൾക്കാരും അന്നേരം ഒരു ഫാമിങ് ആ സ്റ്റോൺ ഏജിലും നമ്മൾ കണ്ടതാണ്. ആ ഫാർമേഴ്സും തമ്മിലുള്ള വ്യത്യാസമാണ് ചോദിച്ചേക്കുന്നത്. We know from the remains of plants and bones of the animals that our contemporary farmers and herders of the Harappans grow more cereals and collected many type of fruits and things. They grow wheat, barley, pulses, peas, rice, sesame, linseed and mustard. നമ്മൾ ആദ്യം കണ്ട ചാപ്റ്റർ 2 കണ്ട ഫാർമേഴ്സിനെക്കാട്ടിൽ കൂടുതൽ സാധനങ്ങൾ ഹാരപ്പൻസ് കൃഷി ചെയ്ത് ഉണ്ടാക്കി. അതുപോലെ പുതിയ ടൂൾസ് അവർ ഉപയോഗിച്ചിരുന്നു. ഉപകരണങ്ങൾ, പ്ലൗ പോലെയുള്ള ഉപകരണങ്ങൾ ഉപയോഗിച്ച് ഭൂമി കുഴിച്ചല്ല സോയിൽ മണ്ണ് ഇളക്കിയിട്ടായിരുന്നു കൃഷി ചെയ്തിരുന്നത്. അത് സാധാരണയായിട്ട് വുഡും ഉണ്ടായിരുന്നു ഉണ്ടാക്കിയിരുന്നത്. പക്ഷേ അത് ടോയ്സാണ് നമ്മൾ അതിൻ്റെ എക്സാമ്പിളായിട്ട് കാണിച്ചിരിക്കുന്നത്. കാര്യം വുഡൊന്നും നിലനിൽക്കുന്നില്ല. As a Harappan region did not receive heavy rainfall, some form of irrigation might have used. This means that water was stored and supplied to the fields when the plants were growing. അതുപോലെ ഇറിഗേഷൻ ജലസേചനം നടത്തിയിരുന്നു. വെള്ളം കെട്ടി നിർത്തി പ്ലാന്റ്സിനെ വളർത്തിയിരുന്നു. And the Harappans reared cattle, sheep, goat and buffalo. Water and pastures were available around the settlement. However, in the dry summer months, large herds of animals were probably taken to greater distance for the grass. But in the Harappan age, people also collected fruits like burr, caught a fish and hunted wild animals. ഇനി ഇതുപോലെ ഈ ഹാരപ്പൻസ് ആണെങ്കിൽ ആനിമൽസിനെ വളർത്തിയിരുന്നു. പക്ഷെ എന്നാലും അവരും എന്ത് ചെയ്യുന്നുണ്ട്? അവരും ഇതുപോലെ പല ആനിമൽസിനെയും വേട്ടയാടി പിടിച്ച് കഴിക്കുന്നുണ്ടായിരുന്നു. പിന്നെ അതുപോലെ ഇവർ ഗ്രാസ് ഒന്നും കിട്ടാതെ വരുമ്പോൾ ദൂര സ്ഥലങ്ങളിലേക്ക് ആനിമൽസിനെയും കൊണ്ട് പോകുമായിരുന്നു. നമ്മുടെ ലെസൺ ഇവിടെ തരികയാണ്. താങ്ക് യു ആൻഡ് ഹാവ് എ നൈസ് ഡേ. തീർച്ചയായിട്ടും നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക് യു വെരി മച്ച്.